ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 10ാം ക്ലാസ് SCERT സാമൂഹ്യ ശാസ്ത്രത്തിലെ പാർട്ട് 1 മൂന്നാമത്തെ ചാപ്റ്ററായ പൊതുഭരണത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ നോക്കി പോവാം. പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതേപ്പറ്റി എൻ ഗ്ലാഡൻ, ഒരു പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള വരികളാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അതായത് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ ഗ്ലാഡൻ. അദ്ദേഹം ഒരു പാശ്ചാത്യ ചിന്തകനായിരുന്നു. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം എന്നത്. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് പറയുന്നത്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം എന്നുള്ളത്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യങ്ങൾ: ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഇനി മഹാത്മാഗാന്ധിയുടെ ഒരു പ്രശസ്തമായ വരികളാണ്: നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇത് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ വരികൾ തന്നിട്ട് ഇത് ആര് പറഞ്ഞ വരികളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇത് മഹാത്മാഗാന്ധിയുടെ വരികളാണ്. പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, അതേപോലെ തന്നെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഗാന്ധിജി പൊതുഭരണത്തിലൂടെ ലക്ഷ്യമിട്ടത്. എന്തൊക്കെയാണ്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, അതേപോലെ തന്നെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അടുത്ത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി. ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഗവൺമെന്റ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കുറച്ച് സവിശേഷതകൾ പറയാൻ പോവുകയാണ്. ഇത്രയാണ് ഇതിന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ശ്രേണിപരമായ സംഘാടനം അല്ലെങ്കിൽ ഹെയർച്ചിക്കൽ ഓർഗനൈസേഷൻ. അതായത് ശ്രേണിപരമായ സംഘാടനം അല്ലെങ്കിൽ ഹെയർച്ചിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. അത് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു സവിശേഷതയാണ്. എന്താണ് ശ്രേണിപരമായ സംഘാടനം? അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണിപരമായ സംഘാടനം എന്നറിയപ്പെടുന്നത്. അടുത്ത സ്ഥിരത അല്ലെങ്കിൽ പെർമനൻസ്. ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്.
രാഷ്ട്രീയ നിഷ്പക്ഷത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല, അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അഥവാ രാഷ്ട്രീയ നിഷ്പക്ഷത? ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല, അതായത് അവർ നിഷ്പക്ഷമായി തന്നെ പ്രവർത്തിക്കണം. പിന്നെ അതേപോലെ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. എന്താണ്? ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അതാണ് വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഇത്രയുമാണ്. ഈ 5 കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയ നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. അടുത്തത് ഇന്ത്യൻ സിവിൽ സർവീസ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടത് അറിയപ്പെടുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട് അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നുള്ളത്. ഇന്ത്യൻ സിവിൽ സർവീസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, പിന്നെ കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്, സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ്. ഈ അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അപ്പോൾ കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, പക്ഷേ ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനുദാഹരണമാണ് IAS-ഉം IPS-ഉം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് സർവീസ്. അടുത്ത കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകൾ നിയമിക്കുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ചില ഭരണവകുപ്പുകളുണ്ട്. ആ ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നത് ഈ കേന്ദ്ര സർവീസിൽ നിന്നാണ്. ഏതൊക്കെ? ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിയമിക്കപ്പെടുന്നത് ദേശീയ തലത്തിലാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇത് സംസ്ഥാന സർവീസ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഏതൊക്കെയാണ്? സെയിൽ ടാക്സ് അല്ലെങ്കിൽ സെയിൽ ടാക്സ് ഓഫീസർ, സെയിൽസ് ടാക്സ് ഓഫീസർ ഒക്കെ ആയിട്ട് നിയമിക്കപ്പെടുന്നത് ഈ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അഖിലേന്ത്യ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ എന്തൊക്കെ വരും? IAS IPS ഒക്കെ വരും. സെൻട്രൽ സർവീസിലേക്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ വരും. അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ മാത്രമേ നിയമിക്കപ്പെടത്തുള്ളൂ. പക്ഷേ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ആണെങ്കിൽ കേന്ദ്ര സർവീസിലേക്കും സംസ്ഥാന സർവീസിലും നിയമിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന സർവീസ് ആണെങ്കിൽ സംസ്ഥാന സർവീസിലേക്ക് മാത്രം തിരഞ്ഞെടുക്കുന്നു. എക്സാമ്പിൾ സെയിൽസ് ടാക്സ് ഓഫീസർ ഒക്കെ ആയിട്ട് വരുന്നത് സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്, UPSC. അതായത് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC വഴിയാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആളാണ് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC അല്ലേ? നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിൽ PSC എന്ന് പറയുന്ന പോലെ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC ആണ്. PSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നവരാണ് ഗവർണറാണ്. അപ്പോൾ PSC ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷേ UPSCയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതിയാണ്. UPSC, PSC എന്നിവ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ UPSC, PSC എന്നിവയ്ക്ക് എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അടുത്ത് ഭരണ നവീകരണം. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നതാണ് ഭരണ നവീകരണം. അപ്പോൾ ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നതാണ് ഭരണ നവീകരണം. ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അത് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഇ ഗവേണൻസ്. അപ്പോൾ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണ രംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നതാണ് ഇ ഗവേണൻസ്. അപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജി, ആ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നതാണ് ഇ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ്. ഈ ഇ ഗവേണൻസിനെ പറ്റി APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്: സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരുവിധ പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അപ്പോൾ APJ അബ്ദുൽ കലാം ഇ ഗവേണൻസിനെ പറ്റി എന്താ പറഞ്ഞത്? സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരുവിധ പക്ഷഭേദവുമില്ലാതെ വ്യക്തമായി സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അതാണ് APJ അബ്ദുൽ കലാം ഇ ഗവേണൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ കോട്ട് അതേപോലെ തന്നെ ഓർത്തു വെക്കുക. ഇത് ഇതേപോലെ തന്നെ തന്നിട്ട് ആരുടെ വാചകങ്ങളാണെന്ന് ചോദിക്കും. ഇ ഗവേണൻസിന് ഉദാഹരണം: ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ, ഇതെല്ലാം നമുക്ക് ഇ ഗവേണൻസിലൂടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇ ഗവേണൻസിന് ഉദാഹരണമാണ് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ, അതെല്ലാം. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. എന്താണ്? ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഇ സാക്ഷരത. അപ്പോൾ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവിനെയാണ് ഇ സാക്ഷരത എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താ വിവരാവകാശ നിയമം അല്ലേ? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. വിവരാവകാശ നിയമം എന്തിനാണ് ലക്ഷ്യമിടുന്നത്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. ഏത് നിയമം? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അപ്പോൾ വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന. എവിടെയാണ്? രാജസ്ഥാനിലെ സംഘടനയാണ്. ഏതാണ് ആ സംഘടനയുടെ പേര്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇത് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഉണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ ഒരു വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ 10ൽ കവിയാത്ത അംഗങ്ങളും ഉണ്ടാവും. ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായോ അതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരികയാണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. അപ്പോൾ ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുക? വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ
250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. എത്ര രൂപയാണ് ഫൈൻ? 250 രൂപ ഓരോ ദിവസവും. അടുത്ത് സേവനാവകാശ നിയമത്തെപ്പറ്റി. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. അപ്പോൾ എന്താണ് സേവനാവകാശ നിയമം? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാകാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അതായത് ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ സമയം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്നാണ് വ്യവസ്ഥ നിയമത്തിലുണ്ട്. അപ്പോൾ അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനുള്ളിൽ ആ പൗരന് നൽകിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥ നിയമത്തിലുണ്ട്. ഇനി കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. 2012 നവംബർ 1. അപ്പോൾ 2012 നവംബർ 1 കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. വിവരാവകാശം വന്നത് 2005. സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 1. ലോക്പാലും ലോകായുക്തയും അതേപോലെ ഒംബുഡ്സ്മാൻ. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. അപ്പോൾ ലോക്പാൽ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ്. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് ലോക്പാൽ. സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അപ്പോൾ കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. ഏതിന്? ഈ ലോക്പാലിന് ലോകായുക്തയ്ക്കൊക്കെ കോടതി എങ്ങനെയാണോ നടപടികൾ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ കോടതി നടപടികളുടെ സെയിം രീതിയാണ് ഈ ലോക്പാലിനും ലോകായുക്തയ്ക്കും ഉള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. ഇപ്പോൾ 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. മുഖ്യ വിജിലൻസ് ഓഫീസറും വിജിലൻസ് കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ് വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ വിജിലൻസ് കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടാവും? മുഖ്യ വിജിലൻസ് ഓഫീസറും ഉണ്ടാവും, അതേപോലെ തന്നെ വിജിലൻസ് കമ്മീഷണർമാരും ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ഉൾപ്പെട്ടതാണ് വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പം അതും ഓക്കെ ആയില്ലേ. അടുത്ത് ഒംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഒംബുഡ്സ്മാൻ. അതായത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഒംബുഡ്സ്മാൻ. ഒംബുഡ്സ്മാനായി നിയമിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ ഒംബുഡ്സ്മാനായി നിയമിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഒംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഒംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായുള്ള സംവിധാനമാണ് ബാങ്കിംഗ് ഒംബുഡ്സ്മാൻ. അപ്പോൾ ബാങ്കിംഗ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായുള്ള സംവിധാനമാണ് ബാങ്കിംഗ് ഒംബുഡ്സ്മാൻ. പിന്നെ വിവരാവകാശ നിയമത്തിൻ്റെ ടൈമിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് വിവരങ്ങളാണ് കിട്ടുക എന്നുള്ളത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വായിച്ചേക്കാം. ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്,
പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിനുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഇപ്പോൾ മൊത്തത്തിൽ ഒന്നുകൂടി നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകാം. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡൻ പറഞ്ഞ വാക്കുകളാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നത് പൊതുഭരണം എന്നാണ്. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം: ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. ഗാന്ധിജിയുടെ പ്രശസ്തമായിട്ടുള്ള വാചകമാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളാണ്. പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം, അതേപോലെ കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. ഈ രണ്ട് ആശയങ്ങളാണ്. എല്ലാവരുടെയും താല്പര്യ സംരക്ഷണവും കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം. ഇത് രണ്ടുമാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി. ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ വൃന്ദം. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യവിഭവശേഷിയും പരമാവധി പ്രയോജനപ്പെടുത്തി അവയെ ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ: ശ്രേണീപരമായ സംഘാടനം അല്ലെങ്കിൽ ഹിയാർച്ചിക്കൽ ഓർഗനൈസേഷൻ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി. സ്ഥിരത അല്ലെങ്കിൽ പെർമനൻസ്. ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. അപ്പോയിൻമെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. രാഷ്ട്രീയ നിഷ്പക്ഷത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രൊഫഷണലിസം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. ഇത് ഇത്രയുമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ. അടുത്ത് ഇന്ത്യൻ സിവിൽ സർവീസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട് അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഖിലേന്ത്യാ സിവിൽ സർവീസ്, അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്നും കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ്, സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ് എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിനെ. അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൽ എന്താണ്? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലേക്കോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ IAS-ഉം IPS-ഉം. ഇനി കേന്ദ്ര സർവീസ് അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ആണെങ്കിലോ ദേശീയ തലത്തിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. അടുത്ത സംസ്ഥാന സർവീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് UPSC വഴിയാണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. UPSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്.
സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്, അതായത് PSC വഴിയാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. UPSC, PSC എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അടുത്ത ഭരണ നവീകരണം. ഭരണനിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നതാണ് ഭരണ നവീകരണം. ഭരണം കൂടുതൽ കാര്യക്ഷമവും ജനസൗഹൃദപരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇ ഗവേണൻസിനെ പറ്റി APJ അബ്ദുൽ കലാം പറഞ്ഞാണ്, സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റിന്റെ പദ്ധതി. എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരുവിധ പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ് ഇ ഗവേണൻസ്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നതാണ് ഇ ഗവേണൻസ്. ഇപ്പോൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ്. ഇ ഗവേണൻസിന് ഉദാഹരണം ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ, ഇതൊക്കെയാണ് ഇ ഗവേണൻസിന് ഉദാഹരണം. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്ര. ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. അപ്പോൾ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. അടുത്തത് വിവരാവകാശ നിയമം. രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടന. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അടുത്തത് വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ നിരസിക്കുകയോ അപൂർണമായതോ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ മറുപടി തരുകയോ ആണെങ്കിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാവുന്നതാണ്. ഇത് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഇനി എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലറുകൾ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവരക്കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാവുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവ പൊതുവിവരത്തിൽ പെടും. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ്. എന്നാൽ രാജ്യത്തെ സുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അടുത്തതായി സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണമെന്ന് വ്യവസ്ഥയും നിയമത്തിലുണ്ട്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2012 നവംബർ 1-നാണ്. അടുത്ത ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പോൾ ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും. കോടതി നടപടികളുടെ രീതിയാണ് ഇവയ്ക്കുള്ളത്. അടുത്ത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി
തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1964. ഇപ്പോഴത്തെ കറണ്ട് വിജിലൻസ് കമ്മീഷൻ ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KV ചൗധരിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ KV ചൗധരിയാണ്. മുഖ്യ വിജിലൻസ് ഓഫീസറും വിജിലൻസ് കമ്മീഷണർമാരും ഉൾപ്പെട്ടതാണ് വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്തത് ഓംബുഡ്സ്മാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കുവാനും പരിഹരിക്കാനുമായുള്ള സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പൊതുഭരണം എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.